പ്രിയപ്പെട്ടവരെ, ഹായ് വാണ്ടർലസ്റ്റ് വ്ലോഗ്സിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക്, പുത്തൻ വർണ്ണ കാഴ്ചയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു അടിപൊളി സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്ന് അറിയണ്ടേ? ഇന്ന് നമ്മൾ സെല്ലേരിയിൽ നിന്ന് സുർക്കയിലേക്കാണ് യാത്ര. സുർക്കയുടെ പ്രത്യേകത എന്താണെന്നറിയോ? കാരണം എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള യാത്രയിൽ അവസാനത്തെ വാഹനം ചെന്നെത്തുന്ന ഇടമാണ്. അവിടെ നിന്ന് നമ്മൾ കാൽനടയായി ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 180 കിലോമീറ്ററോളം നമ്മൾ നടന്ന് മാത്രമേ നമുക്ക് അവിടേക്ക് യാത്ര സാധ്യമാകുള്ളൂ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലികോപ്റ്ററാണ്. ഹെലികോപ്റ്ററിന് ചെന്നെത്തുമ്പോൾ ഏകദേശം ഇൻമണി 45,000 രൂപ വരെ ചിലവാകുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. പിന്നീട് അവിടേക്കുള്ള യാത്രയിൽ ഒന്നിലെ കുതിര നമുക്ക് തിരഞ്ഞെടുക്കാം. അതിനും അതിഭീകരമായ ചാർജാണ് അവർ ഈടാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സെല്ലേരിയിലായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം താമസിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് ആ റൂം വെക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെയുള്ള രീതിയൊക്കെ ആയിട്ട് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് അവരോട് നന്ദി പറഞ്ഞതിന് ശേഷം നമ്മൾ സുർക്കയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സെല്ലേരിയിൽ താമസിച്ചല്ലോ. അതിൻ്റെ നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ പോസ്റ്റ്, ഈ കാണുന്ന ഗേറ്റ് ഉണ്ടല്ലോ, ഇതെന്താണെന്ന് അറിയാമോ? ഇത് നേപ്പാൾ ഡിഫൻസിൻ്റെ ഔട്ട് പോസ്റ്റാണ്. ഇത് നേരം വെളുത്തപ്പോഴോട്ട് നമുക്ക് മനസ്സിലായത്. ബീന, ഗുഡ് നെയിം. ഓക്കെ, നമ്മൾ സെല്ലേരിയിൽ ഹോട്ടലിൽ താമസിച്ചില്ലേ? ആ ഹോട്ടലിൻ്റെ മുൻവശമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ആ ഡെസ്റ്റിനേഷൻ ബിന്ദുവൊക്കെ യാത്ര പോകാൻ തയ്യാറായിട്ട് ഭാഗമൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. ഈ കാണുന്ന ഗ്രൗണ്ടിൽ കുട്ടികളൊക്കെ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യുകയാണ് രാവിലെ തന്നെ. ഇതാണ് കേട്ടോ നമുക്ക് പോകേണ്ട വാഹനം. ഒരു ബൊലോറോ പിക്കപ്പാണ്, 4x4 ആണ്. കാരണം ഓഫ് റോഡാന്നാണ് പറഞ്ഞേക്കുന്നത്. നേവിയുടെ ഹെലികോപ്റ്റർ അതിലൂടെ വന്നിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഡ്രൈവറുടെ പേര് ചോദിച്ചോളാം. ഹായ് സാർ, ഗുഡ് നൈം പ്ലീസ്. നാം അമൃത്. ഓക്കെ, സെല്ലേരിയിൽ നിന്ന് സുർക്കയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇപ്പോൾ ഈ കണ്ട ഈ ബൊലോറയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇത് പെർ ഹെഡ് 2,500 രൂപയാണ് വരുന്നത്. ഞങ്ങൾ 7 പേരുണ്ട്. ഇത് പക്ക ഓഫ് റോഡാണ് കേട്ടോ. കാരണം അത് ആ യാത്ര ചെയ്യുമ്പോഴാണ് മനസ്സിലാവുകയുള്ളൂ. കാരണം ഇവിടെയൊക്കെ വന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള യാത്രയെന്നാണ് പറഞ്ഞേക്കുന്നത്. ഹലോ, നമസ്തേ. നമസ്തേ. മോനെ ഓഫ് റോഡുള്ളോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ സെല്ലേരിയിലെ ഗ്രാമം നമ്മുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു പോവുകയാണ്.
സാധാരണ രീതിയിൽ 3 പേര് മാക്സിമം 4 പേര് ഇതിനോടത്തേക്കിട്ട് ഇപ്പൊ ഇത്ര പേര് ഇടിച്ചു കുത്തി ചാള ഇടണല്ലേ മത്തിയൊക്കെ അട്ടി അതുപോലെ ഇരിക്കണം. അത് കേട്ടല്ലേ ചെറിയ മത്തി. അതെ അതെ കുഞ്ഞ മത്തി. സ്വർഗത്തേക്കാൾ സുന്ദരമാണ് സ്വപ്നം വിടരും ഗ്രാമം. പറക്കരുത് പറക്കരുത് എന്തിനാ പറക്കരുത് പറക്കരുത് അത് മോശം. പറക്കരുത് 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 നിങ്ങൾക്കറിയില്ല അത് ശരിയല്ല. കിട്ടില്ല അത് പറയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ഭൂമിയിൽ ജനിച്ച് വളരെ കുറച്ച് നാളുകൾ ജീവിച്ചിട്ട് ഈ കാഴ്ചകളൊക്കെ കാണാതെ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് അല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ വന്നപ്പോഴുണ്ടല്ലോ റോഡോഡെൻഡ്രോണിന്റെ ഒരു വലിയൊരു ഫാമായിട്ടാണ് നമുക്ക് തോന്നണേ. ഒരു ആരൊക്കെയോ വെച്ച് പിടിച്ചിരിക്കുന്നത്. എന്ത് മനോഹരമാണ് ഈ കാഴ്ച നോക്കിയേ. നമ്മൾ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാതെ നമ്മൾ നമ്മുടെ ചെറിയ ജീവിതത്തിന്റെ ചെറിയ ചട്ടക്കൂടിൽ മാത്രം ഒതുങ്ങി നമ്മൾ ഈ ഭൂമിയിൽ വളരെ കുറച്ച് നാൾ ജീവിച്ച് തീരുമ്പോൾ ഒരു ചോദ്യം മാത്രം ബാക്കിയാവില്ലേ? എന്തിനു നിങ്ങൾ ഇങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചു? ഇത്രയും മനോഹരമായ ഈ കാഴ്ചകളൊക്കെ എന്തിനു നിങ്ങൾ കാണാതെ ബാക്കി വെച്ചു? പ്രിയപ്പെട്ടവരെ, നമ്മളങ്ങനെ സെല്ലേരിയിൽ നിന്ന് സുർക്കേരിക്കുള്ള യാത്രാമധ്യേ നമ്മളൊരു ഹോട്ടൽ കണ്ടു കേട്ടോ. അപ്പോൾ നമുക്കൊരു കോഫി കുടിച്ചേക്കാന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും അവിടെ ഇറങ്ങി. അപ്പോൾ ഒത്തിരി പ്രകൃതി ഭംഗിയൊക്കെ ഉണ്ട്. അതെല്ലാം ആസ്വദിച്ച് ഞങ്ങളൊരു കോഫിയുടെ വില ചോദിച്ചപ്പോൾ യോധ സിനിമയിൽ പറയുന്നില്ലേ, കുട്ടി മാമ ഞാൻ ഞെട്ടി മാമ എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ഞെട്ടിപ്പോയി. ദേ നിങ്ങൾക്ക് ഞെട്ടണോ? ഒരു കാപ്പിയുടെ വിലയാണ്. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ വണ്ടിയുടെ പുറകിൽ നിന്നാട്ടോ അപ്പോൾ യാത്ര ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 5 പേരായിരുന്നു പുറകിൽ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇച്ചിരി കഷ്ടപ്പാടുണ്ട്, റിസ്ക് ഉണ്ട്. പിന്നെ നമ്മളീ പറഞ്ഞിട്ട് ഹൈ റേഞ്ചുകാരൊക്കെ ആണല്ലോ. അതുപോലെ കുറേ സ്ഥലത്തേക്കിടെ നമ്മൾ ഇതിലും വലുത് ചാടിക്കിടന്നവരാണ് ഈ KK ജോസഫ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഇത്രയും വലിയ ഭംഗിയുള്ള ഈ സ്ഥലത്ത് ഒരു എന്താ പറയുന്നത്, നമ്മളൊരു വണ്ടിക്കകത്ത് തിങ്ങിയിരിഞ്ഞിരുന്ന് കിട്ടുന്ന ആ ഒരു ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഇച്ചിരി റിസ്ക് എടുത്തിട്ടാണെങ്കിലും നമ്മൾ കാഴ്ചകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരും കേട്ടോ. ഹലോ, നമസ്തേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സുർക്കയിലേക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെയുള്ള കുറേ ഗ്രാമങ്ങളിലൂടെ ആട്ടോ നമ്മൾ കടന്നു പോകുന്നത്. ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു വീടുകളുണ്ട് ഒരുപാട്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇതുപോലെ ഈ അപ്പൂപ്പനൊക്കെ ഇരുന്ന് ഇവിടെ എന്തോ പായ നെയ്യുന്നു, അതുപോലെ എന്തൊക്കെയോ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതുപോലെയാണ് കേട്ടോ ഇവിടെയുള്ള വീടുകളെല്ലാം നിർമ്മിക്കുന്നത്. ഫുള്ള് മരമാണ്, കടിയിൽ തീർന്നിട്ടുള്ള വീടുകളൊക്കെയാണ് ഈ ചെയ്തേക്കുന്നതൊക്കെ.
നമസ്തേ. നഗരത്ത് നോക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ യാത്ര ഒരു അഡ്വഞ്ചർ യാത്രയാണെങ്കിൽ പോലും ഉണ്ടല്ലോ, ഇത്രയും മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ, ഈ ഭൂമിയുടെ വികൃതി എന്നൊക്കെ പറയില്ലേ, ഇത്രയും പ്രകൃതി മനോഹാരിത കാണുമ്പോൾ നമ്മൾ ഈ വരുന്ന കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം മറന്നു പോകുക കേട്ടോ. അങ്ങനെ പ്രകൃതി തന്നെ നമ്മൾ മറന്ന് ലയിച്ചു പോവുക. ഇത്രയും മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ഹലോ, നമസ്തേ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇവിടെ മഴ പെയ്തു തുടങ്ങി കേട്ടോ, ചെറുതായിട്ട്. ഈ മഴ പെയ്തപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ, നമ്മൾ മണ്ണ് വഴിയിലൂടെയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാം നിറയെ ചെളിയായി. വണ്ടി ബ്രേക്ക് പിടിച്ചിട്ടൊന്നും നിൽക്കുന്നില്ല, തെന്നി തെന്നി പോവുകയാണ്. അപ്പോൾ ഇപ്പോഴാണ് എല്ലാവരുടെയും കിളി പോയത്. എന്താണെന്ന് വെച്ചാൽ ഇതുവരെ വന്നപ്പോൾ ഇത്ര വലിയ കൊക്കയുടെ മുകളിലൂടെ നല്ല വന്നുകൊണ്ടിരുന്നത്. വളരെ വലിയ മലയുടെ ചെരുവിലൂടെയാണ് നമ്മൾ ഒന്ന് തെന്നിപ്പോയാൽ, വണ്ടി ഒന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ വലിച്ചു പോയാൽ അഗാധമായ ഗർത്തങ്ങളിലേക്ക് പതിക്കും.
നമ്മുടെ ഡ്രൈവർ വയ്യ നമുക്ക് വണ്ടി ഒന്ന് സൈഡാക്കി കുറച്ചൊന്ന് വിശ്രമിക്കാനൊക്കെ ആയിട്ടേ. അപ്പോൾ അത് അകലെ കാണുന്ന വഴിയിലൂടെയായിട്ട് നമ്മൾ വണ്ടി വന്നത്. അത് കണ്ടപ്പോൾ തന്നെ എല്ലാവരുടെയും വീണ്ടും ഒന്നുകൂടി കിളി കഴിച്ചു നോക്കിയേ. എങ്ങനെയുണ്ട്? പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെ അകലെയായിട്ട് മഞ്ഞമലയൊക്കെ ചെറുതായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആണല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മളങ്ങനെ കാത്തിരുന്ന സ്ഥലം എത്തി. കാത്തിരുന്ന സ്ഥലം സർഗവസന്തം എന്നൊക്കെ പറയില്ലേ, നമ്മുടെ സുർക്കയാണിത്. സുർക്കയിലെത്തി. ഇനി ഇവിടുന്ന് മുഴുവൻ നമ്മൾ കാൽനട യാത്ര മാത്രമാണ് ഏകമാർഗം. നമ്മുടെ വാഹനം ഇവിടെ തീരുകയാണ്. വാഹനയാത്രകൾ എല്ലാം ഇവിടെ ഇന്ന് അവസാനിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളോട് വന്നെത്തിയപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ ചുമക്കാനും വഴികാട്ടിയൊക്കെ ആയിട്ടുള്ള 2 പോട്ടർമാരോട് എത്തി. ഇത്രയും ദൂരം നമ്മളെ സുരക്ഷിതമായിട്ട് നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ച നമ്മുടെ ഡ്രൈവർ ബൈക്ക് 1000 നന്ദി. അപ്പോൾ വീണ്ടും കാണാമെന്ന് പറഞ്ഞ ബയ്യയുടെ നമ്മൾ യാത്ര പറയുകയാണ് സുർക്കയുടെ ഗിരിമാറിലേക്ക്. സുർക്കയിലെത്തിയപ്പോൾ തന്നെ കാലാവസ്ഥയൊക്കെ മൊത്തം മാറിയിട്ടോ. ചെറിയ ചാറ്റൽ മഴയുണ്ട്, അതുപോലെ നല്ല തണുപ്പായി തുടങ്ങി. ആദ്യത്തെ തണുപ്പൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് എത്തുന്തോറും തണുപ്പ് കൂടി വരുവാണേ. നമ്മളിവിടെ വന്ന് പോട്ടറെ കണ്ടതിന് ശേഷം പോട്ടർ നമ്മൾ പല സ്ഥലത്തേക്കും കൊണ്ടു നടക്കുകയാണ്. ഹോട്ടലിലെ റൂം അന്വേഷിച്ച് അവസാനം ഈ റൂം നമ്മൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു, സംസാരിച്ചെല്ലാം കഴിഞ്ഞു. പക്ഷേ ഇവിടെ അവസാനം നമുക്ക് റൂം കിട്ടുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ വഴിയെ വെച്ച് കുറേ കഴുതകൾ വൈക്കോല് ചുമന്ന് വരുന്നത് കണ്ടില്ലായിരുന്നു. ഇവിടെ വന്ന് നമ്മൾ റൂം അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഈ കഴുതകളെല്ലാം വൈക്കോലുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക്. അപ്പോൾ ഇത്ര ദൂരെ നിന്ന് അവരെല്ലാം അവയെല്ലാം നമ്മുടെ അടുത്തേക്ക് എത്തിയത്. നമുക്കങ്ങനെ റൂം കിട്ടി കേട്ടോ. നമ്മൾ വരുന്ന വഴിയെ തന്നെയായിരുന്നു. നമ്മൾ പാലം കണ്ടില്ലായിരുന്നു, പാലത്തിൻ്റെ പുറകിലായിട്ട് നമുക്കൊരു നല്ലൊരു റൂം കിട്ടി. അപ്പോൾ അവിടെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ റൂമിലേക്ക് നമ്മൾ പോവാട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെല്ലേരിയിലേക്ക് വെച്ച് താമസിച്ചില്ലേ, അപ്പോൾ അവിടുത്തെ റൂമിനെ കൂടി അല്പം കൂടി വൃത്തിയൊക്കെ ഉണ്ട്. മുഴുവൻ തടിയിൽ നിർമ്മിച്ചിട്ടുള്ള മുറികളാണ് കേട്ടോ ഇത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ കാഴ്ചകൾ പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഈ കാഴ്ചകൾ എത്തിക്കുന്നതിന്. അപ്പോൾ ഇന്നത്തെ